ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. പീതാംബരംഗരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 47. ഉലൂഖബന്ധനം. ഏകദാദതി വിമാദകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപദയാ നിവാരയന്നംഗമേത്യപവിവാൻ പയോധരൗ. ഒരിക്കൽ മുല കുടിക്കുവാനുള്ള വ്യഗ്രത മൂലം അങ്ങ് തൈർ കടഞ്ഞുകൊണ്ടിരുന്ന മാതാവിൻ്റെ അരികിൽ ചെന്ന് മടിയിലിരിക്കുകയും ജോലിക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് മുല കുടിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ആർത്തപീതകുജകുണ്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുക്തമീശദഹനേ പരിസൃതം ദർത്തുമാശു ജനനീ ജഗാമതേ. ഹേ ഈശ്വര, മന്ദഹാസമധുരമായ മുഖാംബുജത്തോടുകൂടി അങ്ങ് മുല കുടിച്ചു പകുതിയായപ്പോൾ അടുപ്പിൽ വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് പാൽ തിളച്ചു തൂവുകയും അത് തടയുവാനായി മാതാവ് ഉടനെ പോകുകയും ചെയ്തു. സാമിപീതരസഭംഗസംഗതക്രോധഭാരപരിഭൂതചേതസാ മഗ്ധദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവദധിഭാജനം ത്വയാ. ഭഗവാനെ, മുല കുടിക്കൽ തടസ്സപ്പെട്ടത് മൂലം അങ്ങയുടെ മനസ്സിൽ കോപാധിക്യമുണ്ടാകുകയും അങ്ങ് കടകോലെടുത്ത് തൈർക്കുടം തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. ഉച്ചലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദൃത ദോദ്യശോ വിസരവൽദദർശ സാ സദ്യയേവ ദധി വിസ്തൃതം ക്ഷിതൗ. ആ സമയം ഉച്ചത്തിലുണ്ടായ ശബ്ദം കേട്ട് പരിഭ്രമത്തോടെ ഓടിവന്ന മാതാവ് അങ്ങയുടെ കീർത്തിപ്രസരം പോലെ നിലത്തു പരന്നു കിടക്കുന്ന തൈർകുടം കണ്ടു. വേദമാർഗപരിമാർഗിതം രുഷാ തോമവീക്ഷ്യ പരിമാർഗയന്യസൗ സന്തതസ്യ സൃഗൃതീനുലൂഖലേ ദീയമാനനവനീതമോദവേ. മറ്റുള്ളവരാൽ വേദമാർഗങ്ങളിൽ കൂടി മാത്രം തിരയപ്പെടുന്ന അങ്ങയെ കാണാഞ്ഞതു മൂലമുണ്ടായ കോപം നിമിത്തം പുണ്യശാലിനിയായ യശോദ തിരച്ചിലാരംഭിച്ചപ്പോൾ ഉരലിൻ്റെ മുകളിൽ കയറി പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങയെ കണ്ടു. ത്വാം പ്രഗൃഹ്യ ബദഭീതിഭാവനാ ബാസുരാനന സരോജമാശു രോഷരൂഷിതമുഖീ സഖീ പുരോബന്ധനായ രശനാമുപാദതേ. ഭയാഭിനയത്താൽ പ്രകാശമെഴുന്ന മുഖപത്മത്തോടുകൂടിയ അങ്ങയെ അവർ വേഗത്തിൽ പിടിക്കുകയും കുപിതമായ മുഖചേഷ്ടകളോടെ അങ്ങയെ ബന്ധിക്കുന്നതിനായി തോഴിമാർ കണ്ടുനിൽക്കെ തന്നെ കയറെടുക്കുകയും ചെയ്തു. ബന്ധുമിച്ഛതിയമേവ സജ്ജനസ്തംഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യരശനാ ഗുണാൻ ബഹൂൻ ദ്വങ്കുലോനമഖിലം കിലൈക്ഷത. സജ്ജനങ്ങൾ ബന്ധുവായി വരിക്കാൻ വെമ്പൽ കൊള്ളുന്ന അങ്ങയെ ബന്ധിക്കാനൊരുങ്ങിയ യശോദ അനേകം കയറുകഷ്ണങ്ങൾ ഒന്നിച്ചു ചേർത്തെങ്കിലും
അവയ്ക്കെല്ലാം 2 വിരൽ നീളം കുറവായി കണ്ടു. വിസ്മിതോസ്മിതസഖീജനീക്ഷിതാം സിന്നസന്നവഭുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യഥാ. അല്ലയോ ഹരേ, വിസ്മയഭരിതരായ തോഴിമാർ പുഞ്ചിരി പൂണ്ട് നോക്കി നിൽക്കെ വിയർത്തു തളർന്നു വശയായ യശോദയുടെ പരിഹാസ്യാവസ്ഥ കണ്ട് നിത്യമുക്തനായ അങ്ങ് ബന്ധനത്തിന് വഴങ്ങിക്കൊടുത്തു. സ്തീയതാം ചിരമുലൂഖലേ ഖലേ ത്യാഗദാ ഭവനമേവ സായഥാ പ്രാഗുലൂഖലബിലാന്തരേ തഥാ സർപ്പിരർപ്പിതമധന്നവാസ്ഥിതാ. എടാ കള്ള, നീ കുറേ സമയം ഉരലിനോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞ് യശോദ ഭവനത്തിനുള്ളിലേക്ക് യാത്രയായ സമയത്തും അങ്ങ് മുമ്പ് തന്നെ ഉരലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വെണ്ണ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യത്യപാശസുഗമോ വിഭോ ഭവാൻ സംയദകിമു സപാശനായയാ ഏവമാദിതി വിജൈരഭിഷ്ടുതോ വാദനാദ പരിപാഹി മാം ഗദാൽ. ഹേ പ്രഭോ, അപാശന്മാർക്ക് ഇച്ഛയെ ജയിച്ചവർക്ക് മാത്രം പ്രാപ്യനായ അങ്ങ് പാശസഹിതയായ യശോദയുടെ മുൻപിൽ ബന്ധിതനായത് കണ്ട് ദേവന്മാർ സ്തുതിച്ചു. അല്ലയോ ഗുരുവായൂർനാഥ, എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.